ഇറാനിൽ വീണ്ടും US ആക്രമണം. അപ്പാച്ചെ ഹെലികോപ്റ്റർ വീഴ്ത്തിയതിനുള്ള തിരിച്ചടിയെന്ന അമേരിക്കയുടെ മറുപടി. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് പോവുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്ന്. കാരണം ഇന്നലെ നമ്മൾ കേട്ട വാർത്ത എന്താണ്? ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു ഇന്നലെ നമ്മൾ കേട്ട വാർത്ത. ആ വാക്ക് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അത് തെറ്റിച്ചുകൊണ്ട് ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്ഷയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. അക്ഷയ്, ഗുഡ് മോർണിംഗ്. അക്ഷയ്, വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നല്ലോ ഇന്നലെ അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയത്. ഇപ്പോൾ അവർ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അതെ മനു, ഇതാ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു എന്നൊരു വാർത്തയാണ് ഈ പുലർച്ചെ പുറത്തേക്ക് വന്നത്. എന്തായാലും ഇറാനിൽ ഇപ്പോൾ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. തെക്കൻ ഇറാൻ പ്രദേശങ്ങളായിട്ടുള്ള ബന്ദർ അബ്ബാസിലും അതോടൊപ്പം തന്നെ ഖേഷ് ദ്വീപിലുമാണ് ശക്തമായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് കാരണമായി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ, അപ്പാച്ചെ ഹെലികോപ്റ്റർ ഈ ഒമാൻ തീരത്തോട് ചേർന്ന് തകർന്നിരുന്നു. ഇതിന് കാരണം ഇറാനാണ് എന്നാണ് അമേരിക്ക വാദിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായ തിരിച്ചടി ഇറാൻ ഇതിന് നേരിടേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അതിന് പിന്നാലെ ഈ ഹെലികോപ്റ്റർ തകർന്നതിന് പിന്നാലെ പ്രതികരണമുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ 2 പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഈ ബോട്ട് ഉപയോഗിച്ച് ഉടൻ തന്നെ കടൽ മാർഗത്തിലൂടെ അമേരിക്ക രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇതിന് പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ ഇതാ ഇറാന് നേരെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള തിരിച്ചടി ഇതിന് നേരിടേണ്ടി വരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം ഇറാൻ ഈ മറ്റ് സമീപ രാജ്യങ്ങളിലുള്ള മറ്റ് വിദേശ സേനകളോടൊക്കെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആക്രമണത്തിന് ശക്തമായ പ്രത്യാക്രമണം അമേരിക്കയും അമേരിക്കയുടെ മറ്റ് സൈനിക താവളങ്ങളിലേക്കുമൊക്കെ നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി വിദേശ രാജ്യങ്ങളുടെ സേനകളൊക്കെ ജാഗ്രത പുലർത്തണം, അവർ ഈ സമീപ രാജ്യങ്ങളിൽ നിന്നൊക്കെ മാറണം എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ആ ഒരു നിലയ്ക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വഷളമാകുന്നു. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു യുദ്ധം അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥിതി വഷളമാകും പശ്ചിമേഷ്യയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ തന്നെ ഒരു നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ അമേരിക്ക ഫോഴ്സ് ചെയ്ത ഇറാന് മേലുള്ള ആക്രമണം അത് ഇസ്രായേലിനെ കൊണ്ട് നിർത്തിക്കുന്ന സാഹചര്യം, ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക സമ്മതിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഒപ്പം ഇതാ ഇസ്രായേൽ ആക്രമണം നിർത്തുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന് ഇറാനും ഉറപ്പ് നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നിർത്തുന്നതിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് വീണ്ടും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതും ലോകരാജ്യങ്ങളൊക്കെ അതിശയിപ്പിക്കുന്നതും. കാരണം കഴിഞ്ഞ ദിവസം സമാധാനത്തിന് വേണ്ടി വാദിച്ച ട്രംപ് തന്നെ ഇതാ ഇന്ന് അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ എത്രയോ വട്ടം കണ്ടതാണ്, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം രാവിലെ പറയുന്ന വാക്കല്ല വൈകുന്നേരം പറയുന്നത്, രാത്രി മറ്റൊരു വാക്കാണ് പറയുക. അപ്പോൾ അത് വാക്ക് പാലിക്കുമെന്നതിൽ ഒരു വ്യക്തതയുമില്ല എന്നത് ഉറപ്പാണ്. നമ്മുടെ മുൻപിലുള്ള ആശങ്ക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇറാൻ ഇതിന് തിരിച്ചടിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടായേക്കാം. അത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് മനു മുന്നിലുള്ളത്. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു അത് സംബന്ധിച്ച്. കാരണം മറ്റ് രാജ്യങ്ങളിലുള്ള വിദേശ സേനകൾ അവർ സുരക്ഷിതത്വം പാലിക്കണം, അല്ലെങ്കിൽ ആ രാജ്യം ഒഴിഞ്ഞ് പോകേണ്ട ഒരു നിലയൊക്കെ മുന്നിലേക്ക് വരുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിനി വരും ദിവസങ്ങളിൽ എന്തായാലും നിർണായകമായിരിക്കും പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇറാനെ ഒരു കാര്യവുമില്ലാതെ പ്രകോപിപ്പിക്കുന്ന നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നതുമായി ബന്ധപ്പെട്ട് അത് ഇറാനാണ് തകർത്തത് എന്ന ഒരു നിലയിലേക്കൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആരോപണം ഉയരുന്നു. അതിലൊരു പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ അമേരിക്ക, കഴിഞ്ഞ ദിവസം സമാധാനത്തിന് വേണ്ടി വാദിച്ച അമേരിക്കയും ട്രംപും ഇപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം വീണ്ടും തുടങ്ങി വെക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായി, നമുക്കറിയാം 102 ദിവസം കഴിഞ്ഞ ദിവസമാണ് ഈ ഇസ്രായേൽ അമേരിക്ക ഇറാൻ ആക്രമണം പിന്നിടുന്നത്. 102 ദിവസം പിന്നിടുകയാണ് ഈ ആക്രമണം ആരംഭിച്ചിട്ട്. ഫെബ്രുവരി 28-നായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ആരംഭിക്കുന്നത് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. അതിന് പിന്നാലെയാണ് ഇതാ ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ വലിയ സമാധാനത്തിലും ആശ്വാസത്തിലുമായിരുന്നു. കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ വീണ്ടും ദീർഘകാലമായി ശേഷം സമാധാനം പുലരുന്നു എന്ന നിലയിലേക്കുള്ള വാർത്തകളൊക്കെ വന്നതോടുകൂടി. പക്ഷേ ഇപ്പോൾ സ്ഥിതി വീണ്ടും വഷളമാകുന്നു.
അമേരിക്ക ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരും ദിവസങ്ങളിലടക്കം എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ കൂടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമാണ്. എന്തായാലും വലിയ ആശങ്കപ്പെടുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് കൂടി പശ്ചിമേഷ്യ പോകുന്നുവെന്നാണ് ഇപ്പോൾ അക്ഷയ് നമ്മളോട് പറയുന്നത്.